Today we shall see the analysis of semicircular beam subjected to UDL and simply supported by 3 columns spaced equally. So this is our semicircular beam ABC, and we have 3 columns equally spaced. A, B and C are the 3 columns, and these 3 columns support our beam, and our beam is a semicircular beam. Center of the circle is O and the diameter is 2r. That is the horizontal distance between A and C. Columns A and C is 2r. And we shall see how to draw the bending moment diagram and torsional moment diagram for this beam. Semicircular beam ABC when this beam is subjected to UDL. ഈ ബീമിൻ്റെ മേലെ സ്മോൾ ഡബ്ല്യു പെർ മീറ്റർ ഇൻറ്റൻസിറ്റി ഉള്ള UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ബീമിൻ്റെ പ്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് നമ്മുടെ UDL ആക്ട് ചെയ്യുന്നത്. സോ ദ ലോഡ് കനോട്ട് ബി ഷോൺ ഇൻ ദ പ്ലാൻ. A, B and C are the 3 column supports spaced equally. W is the UDL acting on the beam per meter. First of all, we have to calculate the support reactions. ഇവിടെ നമ്മുടെ supports എന്ന് പറയുന്നത് columns A, B and C ആണ്. പോയിന്റ് എയിലും പോയിന്റ് ബിയിലും പോയിന്റ് സിയിലുള്ള കോളംസ് ആണ് നമ്മുടെ സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ ദ ടോട്ടൽ ലോഡ് ഓൺ ദ ബീം. നമുക്കറിയാം ഈ ബീമിൻ്റെ ഫുൾ പെരിമീറ്ററിൽ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലോഡ് ഇസ് നത്തിങ് ബട്ട് എ UDL ഓഫ് ഇൻറ്റൻസിറ്റി സ്മോൾ w പെർ മീറ്റർ. അപ്പോൾ ഈ ഒരു പെരിമീറ്ററിലാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് ഓൺ ദ ബീം വിൽ ബി W ഇൻറ്റു R ഇൻറ്റു പൈ. നമ്മൾ സ്ട്രെയിറ്റ് ബീമിൻ്റെ കേസിൽ പറയുമ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് UDL ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പെരിമീറ്ററിലാണ്, ഫുൾ പെരിമീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പം ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു പെരിമീറ്റർ ആണ് വരിക. ഇവിടെ ഹാഫ് സർക്കിൾ ആണ്, സെമി സർക്കിൾ ആണ്, അതുകൊണ്ട് തന്നെ R ഇൻറ്റു പൈ ആണ് പെരിമീറ്റർ വരിക. സോ ടോട്ടൽ ലോഡ് ഓൺ ദ ബീം ഇസ് W ഇൻറ്റു R ഇൻറ്റു പൈ. Let's consider this point X on the beam. Let X be a point on the beam making AOX is equal to alpha. അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് ഒരു പോയിന്റ്, എനി പോയിന്റ് ഓൺ ദ ബീം വി ആർ ടേക്കിംഗ് വിച്ച് ഇസ് X മേക്കിംഗ് ആംഗിൾ AOX is equal to alpha. ഈ X എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഒറിജിനുമായിട്ട് വരക്കുന്ന ലൈൻ മേക്സ് an ആംഗിൾ ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് G ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ്. നമ്മൾ ഈ പെരിമീറ്ററിൽ ആക്ട് ചെയ്യുന്ന UDLൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്നാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന G, which is at a distance 2r by pi from origin. നമ്മുടെ സെൻറ്ററിന്ന്, സർക്കിളിൻ്റെ സെൻറ്ററിന്ന് 2r by pi ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ് ഉള്ളത്. നമ്മുടെ ലോഡ് is acting over the perimeter of the semicircle and the center of gravity of the load is acting at a distance 2r by pi from O. O in the 2r by pi towards the point B. ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ CG of load on a circular arc subtending an angle phi from the center has its center of gravity at a distance d from the center O, where d is equal to r sin phi by 2 divided by phi by 2. അതായത് ഒരു സർക്കുലർ ആർക്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് d from center O, where d is equal to r sin phi by 2 divided by phi by 2. ഇവിടെ നമ്മുടെ സർക്കുലർ ആർക്ക് എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ തന്നെയാണ്. അപ്പോൾ ഈ സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, അതായത് പൈ തന്നെയാണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു പൈ ഹിയർ.
phi is equal to 180 ഡിഗ്രി തന്നെയാണ്. അപ്പം 180 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യുന്ന ആർക്ക്, സെൻറ്ററുമായിട്ട് 180 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യുന്ന ആർക്ക്, അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് r sin 5/2 ഡിവൈഡ് ബൈ 5/2. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് നമ്മുടെ phi ഈസ് ഈക്വൽ ടു പൈ, ഓർ phi ഈസ് ഈക്വൽ ടു 180. റേഡിയൻസിൽ പറയുകയാണെങ്കിൽ phi ഈസ് ഈക്വൽ ടു പൈ. So Cg of load from O is equal to r sin pi/2 divided by pi/2, which is equal to 2r by pi from O. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2r by pi ആണ് ഫ്രം O. അതായത് ഈ ഒരു ലോഡിൻ്റെ, നമ്മുടെ ഈ സെമി സർക്കിളിൽ ത്രൂ ഔട്ടിൽ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സി ജി എന്ന് പറയുന്നത്. സോ സി ജി ഓഫ് ദിസ് ലോഡ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 2r by pi ഫ്രം O. അത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. സി ജി ഓഫ് ലോഡ് ഓൺ എ സർക്കുലർ ആർക്ക് സബ്റ്റെൻഡിങ് ആൻ ആംഗിൾ phi അറ്റ് ദ സെൻറ്റർ has its center of gravity at a distance r sin 5/2 divided by 5/2. ഇവിടെ സെമി സർക്കിൾ ആയതുകൊണ്ട്, സർക്കുലർ ആർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെമി സർക്കിൾ തന്നെ ആയതുകൊണ്ട് ആംഗിൾ phi is equal to 180 ഡിഗ്രി ആണ്. സോ ഇൻ റേഡിയൻസ് ഇറ്റ് ഇസ് പൈ. സോ ദാറ്റ് ഇസ് ഹൗ വി ഗെറ്റ് ദിസ് distance of CG from O, which is equal to 2r by pi. Now if we take moment about this axis AOC എന്ന് പറയുന്ന ആക്സിസിലേക്കുള്ള മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, and according to the equilibrium condition the moment about the axis AOC is 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് 0 ഇക്വേറ്റ് ചെയ്ത് നോക്കാം. Then the moments are RB into R. നമ്മുടെ ഈ ആക്സിസിലേക്ക് ഉണ്ടാവുന്ന മൊമെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആർ ബി ഇൻറ്റു ആർ ബി, റിയാക്ഷൻ എന്ന് പറയുന്നത് മേലോട്ടാണ്. സോ ആർ ബി ഇൻറ്റു ആർ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ മൈനസ് നമ്മുടെ ലോഡ് W ഇൻറ്റു ആർ ഇൻറ്റു പൈ, റിസൾട്ടൻറ്റ് ലോഡ് അതാണ്, ഇൻറ്റു ദ ഡിസ്റ്റൻസ് 2r by pi. So RB into R minus WR pi into 2r by pi is equal to 0. നമ്മൾ AOC എന്ന് പറയുന്ന ആക്സിസിലേക്കുള്ള മൊമെൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RB എന്ന് പറയുന്ന റിയാക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഈ ആക്സിസിലേക്ക് ആക്ട് ചെയ്യുക, കാരണം RB മേലേക്കാണ്. ആൻഡ് ദ ടോട്ടൽ ലോഡ് വിച്ച് ഇസ് ആക്ടിങ് downwards and the resultant value is W into R into pi. നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. and it is acting at a distance 2r by pi from the axis AOC. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RB into R minus R pi into 2r by pi is equal to 0, which implies RB into R is equal to WR pi into 2r by pi, which implies RB is equal to 2WR. നമുക്കിപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നിന്ന്, അതായത് നമ്മുടെ ആക്സിസ് AOC എടുത്തു കഴിഞ്ഞാൽ മൊമെന്റ് 0 ആയിരിക്കും എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നിന്ന് നമുക്ക് RBൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് RA RC എന്നുള്ള രണ്ട് റിയാക്ഷൻസിൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ ഡ്യൂ ടു സിമെട്രി RA will be equal to RC. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് sigma V is equal to 0. That is the equilibrium of vertical forces will be 0. So total upward forces is equal to total downward forces. So RA plus RB plus RC is equal to total resultant load, which is WR pi. And here we know the value of RB, which is 2WR. So instead of RC we can again put RA. So 2RA plus RB, 2WR is equal to WR pi, which implies RA is equal to RC is equal to WR by 2 into pi minus 2. അടുത്തതായിട്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ
എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ ബീം കൺസിഡർ ചെയ്തത് വിച്ച് മേക്സ് ആൻ ആംഗിൾ ആൽഫ. ആംഗിൾ എ ഒ എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ കിട്ടുന്ന രീതിയിലുള്ള ഒരു പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ഓൺ പോർഷൻ എ എക്സ് ദ ലോഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫ. അതായത് നമ്മുടെ പോർഷൻ എ എക്സ്, ഈ എ എക്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ സെപ്പറേറ്റ്ലി എടുക്കുകയാണ്. അപ്പോൾ എ എക്സ് എന്ന് പറയുന്ന പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ പെരിമീറ്ററിലാണ് ഡബ്ല്യു എന്ന് പറയുന്ന യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ ഡബ്ല്യു ഇൻറ്റു ദിസ് ആർക്ക്, ലെങ്ത് ഓഫ് ദിസ് ആർക്ക് ഇസ് ദ ടോട്ടൽ ലോഡ്. അപ്പോൾ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് ആർ ഇൻറ്റു ആൽഫയാണ്. സോ ദ ടോട്ടൽ ലോഡ് ഇസ് ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫ. അതായത് നമ്മുടെ ആർക്കിന്റെ ലെങ്ത് നമ്മുടെ ലോഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടും. സോ ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്ക് വിച്ച് ഇസ് ആർ ഇൻറ്റു ആൽഫ. സോ ദാറ്റ് ഇസ് ദ ടോട്ടൽ ലോഡ്. ഇനി അടുത്തത് ഈ ലോഡിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. നമ്മൾ എ എക്സ് എന്ന് പറയുന്ന പോർഷൻ മാത്രം ഇപ്പോൾ സെപ്പറേറ്റ്ലി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫയാണ്. അപ്പോൾ ഇനി ഈ ലോഡ് ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫ എന്ന് പറയുന്ന റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് വേണ്ടത് ഫ്രം ഒ. അതായത് ഈ എ എക്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെയുള്ള ലോഡിന്റെ ടോട്ടൽ ലോഡ്, അതായത് റിസൾട്ടന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്. നമ്മുടെ ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആർ സൈൻ 5/2 ഡിവൈഡഡ് ബൈ 5/2. സോ ഇവിടെ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആൽഫ ആയതുകൊണ്ട് ആർ സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ആൽഫ ബൈ 2 ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡിസ്റ്റൻസ്. സോ ഒ ജി, നമ്മുടെ ഡിസ്റ്റൻസ് ഒ ജി വിൽ ബി ഈക്വൽ ടു, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ആൽഫ ബൈ 2 ആണ്. ബിക്കോസ് ദ ആർക്ക് സബ്റ്റെൻസ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. നമ്മുടെ സെൻറ്ററുമായിട്ട് നമ്മുടെ ആർക്ക് എ എക്സ് എന്ന് പറയുന്ന ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡിസ്റ്റൻസ് ആർ സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ആൽഫ ബൈ 2 ആണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ടോട്ടൽ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആ ലോഡ് ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് പോയിന്റ് ആണ് ജി. ആ ജിന്റെ ഡിസ്റ്റൻസ് ഓയിൽ നിന്നും എത്രയാണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഗർ നല്ലോണം ശ്രദ്ധിക്കുക. അതായത് ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. നമ്മുടെ ഡബ്ല്യു ആർ ആൽഫ എന്ന് പറയുന്ന ടോട്ടൽ റിസൾട്ടന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ജി എന്ന് പറയുന്നത്. ആൻഡ് ഒ ജി ഇസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ആൽഫ ബൈ 2. നമ്മുടെ ഒ എക്സ് എന്ന് പറയുന്ന ലൈനിലേക്ക് ജിയിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ജി പി. Just you can note that GP is the perpendicular drawn from G to the line OX. പിന്നെ അതുപോലെ നമ്മുടെ AO എന്ന് പറയുന്ന ലൈനിലേക്ക് എക്സിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് XQ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് നമുക്കറിയാം. സോ എക്സിലേക്കുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ആവശ്യമാണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു ക്യു എക്സ്. എക്സിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആർ എ ഇൻറ്റു ക്യു എക്സ്. ആർ എ എന്ന് പറയുന്ന റിയാക്ഷനും എക്സും ആയിട്ടുള്ള, എക്സ് എന്ന് പറയുന്ന പോയിന്റും ആയിട്ടുള്ള വെർട്ടിക്കൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ക്യൂ ആണ്. സോ ആർ എ ഇൻറ്റു എക്സ് ക്യൂ മൈനസ് ഇതിൻ്റെ മേലെ ഈ പെരിമീറ്ററിൽ ആക്ട് ചെയ്യുന്ന യു ഡി എൽ കൊണ്ട് നമുക്ക് എക്സിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ്. വി നോ ദാറ്റ് ദ റിസൾട്ടന്റ് ഇസ് ആക്ടിങ് അറ്റ് ജി വിച്ച് ഇസ് ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫ. സോ ഡബ്ല്യു ആർ ഇൻറ്റു ആൽഫ ഇൻറ്റു ജി പി, അഗെയിൻ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് അടുത്ത മൊമെന്റ്, ഈ യു ഡി എൽ കൊണ്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. ഒന്നുമില്ല, എം എക്സ് ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു ക്യു എക്സ് മൈനസ് ഡബ്ല്യു ആർ ആൽഫ ഇൻറ്റു ജി പി.
ആർ എ എന്ന് പറയുന്ന റിയാക്ഷൻ കൊണ്ടുള്ള മൊമെൻറ്റും പിന്നെ അതുപോലെ നമ്മുടെ ലോഡ് കൊണ്ടുള്ള മൊമെൻറ്റും. ആർ എ മേലോട്ടായതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലാണ് എക്സിലുള്ള മൊമെൻറ്റ് വരിക. W is acting downwards, so the moment at x will be negative due to that load. So the bending moment at x is equal to RA into QX minus WR alpha into GP. WR alpha എന്ന് പറയുന്നത് resultant load which is acting at G. So ഈ ജിയിൽ ഉണ്ടാവുന്ന ലോഡ് കൊണ്ട് എക്സിൽ ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് that load into perpendicular distance which is GP. So now we have to find out GP and QX. Yeah, one more point. ഈ ആംഗിൾ GOA എന്ന് പറയുന്ന ആംഗിൾ ആൽഫ ബൈ 2 ആയിരിക്കും. വിച്ച് മീൻസ് ഈ OG എന്ന് പറയുന്ന ലൈൻ ഒരു ബൈസെക്ടർ ആണ്. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടാണ് ആൽഫ ബൈ 2 ആണ് GOA ആൻഡ് GOX will be alpha by 2. നമുക്കിപ്പോൾ വേണ്ടത് GP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഒന്ന്. സോ ഫോർ ദാറ്റ് വി ആർ ടേക്കിംഗ് ദിസ് ട്രയാങ്കിൾ OGP. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. OGP എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. സോ ഇൻ ദാറ്റ് സൈൻ ആൽഫ ബൈ 2, ദിസ് ആംഗിൾ ഇസ് ആൽഫ ബൈ 2. POG എന്ന് പറയുന്ന ആംഗിൾ ആൽഫ ബൈ 2 ആണ്. സോ സൈൻ ആൽഫ ബൈ 2 is equal to GP divided by OG. Sin alpha by 2, this angle, sin alpha by 2 is equal to GP divided by OG. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് OGP എന്ന് പറയുന്നത്. So sin alpha by 2 is equal to GP by OG. So GP is equal to OG into sin alpha by 2. We already know that OG is equal to, OG എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്, is equal to R sin alpha by 2 divided by alpha by 2. So here we are getting GP is equal to R sin alpha by 2 divided by alpha by 2 into sin alpha by 2. So നമുക്കിവിടെ മൊമെന്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള GP കിട്ടി. ഇനി വേണ്ടത് QXന്റെ വാല്യൂ ആണ്. QX എന്ന് പറയുന്ന ലെങ്ത്തിന്റെ വാല്യൂ ആണ്. QX is nothing but the perpendicular drawn from X to the line AO. For that we shall consider this angle QOX. QOX എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ sin alpha is equal to, this angle XOQ is equal to alpha. So sin alpha is equal to XQ or QX divided by OX. OX is nothing but R. Radius തന്നെയാണ് OX എന്ന് പറയുന്നത്. So from triangle OQX, sin alpha is equal to QX by OX, QX by R, and QX is equal to R sin alpha. അപ്പോൾ QXന്റെ വാല്യൂവും GPന്റെ വാല്യൂവും നമ്മുടെ മൊമെന്റ് അറ്റ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് RA ഇൻറ്റു XQ മൈനസ് WR ആൽഫ ഇൻറ്റു GP ആയിരുന്നു. സോ we have got the values of XQ and GP. So substitute those values and substitute also the value of RA. RA നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, which was equal to WR by 2 into pi minus 2. ബാക്കിയൊക്കെ അതുപോലെ. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു സിംപ്ലിഫിക്കേഷൻ. WR square by 2 can be taken out of the bracket. Then this is the equation for moment at X. എക്സിലുള്ള മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതെവിടെയാണ് സീറോ ആവുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സിലുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 0. എയിലായാലും നമ്മുടെ കോളം സപ്പോർട്ട് എയിലായാലും കോളം സപ്പോർട്ട് സിയിലായാലും ആൽഫ ഇസ് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഇംപ്ലൈസ് ഹിയർ ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ആൽഫ is equal to 0, then mx will be equal to 0. ഇവിടെ sin alpha എന്ന് പറയുന്ന ടേം ആണുള്ളത്, സോ 0 ആയി പോവും. അതുപോലെ sin square alpha by 2 which is again 0. so at a ആണെങ്കിലും b ആണെങ്കിലും സിമെട്രിക് സ്ട്രക്ചർ ആയതുകൊണ്ട് എയിലാണെങ്കിലും സിയിലാണെങ്കിലും mx is equal to 0 വരും. ആൻഡ് at alpha equal to pi by 2, അപ്പോൾ ആൽഫ പൈ ബൈ 2 ആവുന്നത് നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ അറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ 2, ദാറ്റ് ഇസ് അറ്റ് ബി. അപ്പോൾ നമ്മുടെ എം എക്സിൻ്റെ ഇക്വേഷനിൽ
ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ പൈ ബൈ ടു 1 ആണ്, സൈൻ സ്ക്വയർ പൈ ബൈ ടു സൈൻ സ്ക്വയർ പൈ ബൈ 4 വരും. അപ്പം സൈൻ പൈ ബൈ ടു 1/√2 ആണ്. സോ സൈൻ സ്ക്വയർ പൈ ബൈ ടു ഹാഫ് ആണ്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എം എക്സ് ഇസ് ഈക്വൽ ടു -0.429 WR². എവിടെ? അറ്റ് ബി. ദാറ്റ് ഇസ് വെൻ ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു. ആൽഫ പൈ ബൈ ടു ആവുന്ന ഭാഗത്ത് നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് -0.429 WR² ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി കിട്ടിയത് 2 പോയിന്റ്സ് ആണ്. അതായത് എയിലായാലും സിയിലായാലും മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. അതുപോലെ ബിയിലാണെങ്കിൽ മൊമെന്റിന്റെ വാല്യൂ -0.429 WR² ആണ്. ഇനി എവിടെയാണ് മൊമെന്റ് 0 ആവുന്നത് നമുക്കറിയണം. അപ്പോൾ എം എക്സ് ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൽഫ വാല്യൂ കിട്ടും. അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ 0 ആണെന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. So mx is equal to 0 implies നമ്മുടെ mx value equal to 0 substitute ചെയ്ത് കഴിഞ്ഞാൽ pi by 2 sin alpha minus 4 sin square alpha by 2 is equal to 0 കിട്ടും. അപ്പം pi by 2 sin alpha is equal to 4 sin square alpha by 2 എന്ന് കിട്ടും. So from which here we can sin alpha can be replaced by 2 sin alpha by 2 cos alpha by 2. അപ്പോൾ നമുക്ക് sin രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈനലി ടാൻ ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു പൈ ബൈ 2/2 വിച്ച് ഇംപ്ലൈസ് ആൽഫ ഇസ് ഈക്വൽ ടു 59.435 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കുള്ള കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ 59.435 ഡിഗ്രി ആവുന്ന പോയിന്റിലും നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. എയിലും സിയിലും 0 ആണ്. അതുപോലെ ആൽഫ ഇസ് ഈക്വൽ ടു 59.435 ഡിഗ്രി വരുന്ന പോയിന്റിലും നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാൻ വേണ്ടി 3 പോയിന്റ്സ് കിട്ടി. എയിലും സിയിലും മൊമെന്റ് 0 ആണ്. ബിയിലെ മൊമെന്റിന്റെ വാല്യൂ -0.429 WR² ആണ്. അതുപോലെ വേറൊരു ഭാഗത്തും കൂടി മൊമെന്റ് 0 ആവുന്നുണ്ട്. അത് അറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 59.435 ഡിഗ്രിയിലാണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് എവിടെയാണ് ഈ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത് എന്നുള്ളതാണ്. സോ എം എക്സ് ടു ബി മാക്സിമം വേർ ഡി എം എക്സ് ബൈ ഡി ആൽഫ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എം എക്സിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ. അപ്പോൾ എം എക്സിൻ്റെ ഇക്വേഷനെ നമ്മൾ ആൽഫ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മാക്സിമം എം എക്സിൻ്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഷുഡ് ബി 0. അപ്പം ആ ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഡി എം എക്സ് ബൈ ഡി ആൽഫ നമുക്ക് ഡി എം എക്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ആൽഫ ഇസ് കോസ് ആൽഫ ആൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ ആൽഫ അതിന് പകരം നമ്മൾ 2 sin alpha by 2 cos alpha by 2 into 1/2 അതാണ് സൈൻ സ്ക്വയർ ആൽഫേൻ്റെ ഡെറിവേറ്റീവ്. അപ്പം ഇത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് some sort of simplification is required. Then we are getting tan alpha is equal to pi by 2/2 where alpha is equal to 29.718 degree. അതായത് നമ്മുടെ ആൽഫ 29.718 ഡിഗ്രി ആവുന്ന പോയിന്റിലാണ് നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എന്ന് കിട്ടി. പക്ഷെ ആ മാക്സിമം വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടണമെങ്കിൽ മൊമെന്റിന്റെ ഇക്വേഷനിൽ നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷനിൽ ആ ആൽഫ ഇസ് ഈക്വൽ ടു 29.29 ഡിഗ്രി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 29.718 ഡിഗ്രി in the equation of mx, we are getting the maximum value of moment which is 0.1514 WR². ഇപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള 4 കാര്യങ്ങളാണ് അറിയുന്നത്. ഒന്ന് പോയിന്റ് എയിലും പോയിന്റ് സിയിലും മൊമെന്റ് 0 ആണ്. പോയിന്റ് ബിയിൽ മൊമെന്റിന്റെ വാല്യൂ
0.429 WR² ആണ്. പിന്നെ അതുപോലെ വേറൊരു പോയിന്റിലും കൂടെ മൊമെന്റ് 0 ആവുന്നുണ്ട്. ഇറ്റ് ഇസ് വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 59.435 ഡിഗ്രി. ആൻഡ് വേറൊരു കാര്യം നമുക്ക് കിട്ടിയ വേറൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു 29.718 ഡിഗ്രിയിലാണ് നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ മാക്സിമം ആവുന്നത്. ആൻഡ് ദ മാക്സിമം വാല്യൂ ഇസ് 0.1514 WR². അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം. So this is our bending moment diagram. At A and at C the moment value 0. At B the bending moment value is minus 0.429 WR². അപ്പം ഇൻവേർട്സ് ആണ് വരച്ചിട്ടുള്ളത് മൈനസ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയുന്ന വേറൊരു കാര്യം ആൽഫ ഇസ് ഈക്വൽ ടു 59.435 ഡിഗ്രിയിൽ രണ്ട് സൈഡിലാണെങ്കിലും മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. അതാണ് ഈ കാണുന്ന രണ്ട് പോയിന്റ്സ്. ഇനി അടുത്ത നമുക്ക് അറിയുന്ന വേറൊരു കാര്യം ആൽഫേന്റെ വാല്യൂ 29.718 ഡിഗ്രിയിലാണ് മൊമെന്റ് മാക്സിമം ആവുന്നത്. അത് മാക്സിമം പോസിറ്റീവ് വാല്യൂ ആണ്. സോ 0.1514 WR² ആണ് അവിടെയുള്ള വാല്യൂ. അത് രണ്ട് ഭാഗത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബീം സിമെട്രിക് ആയത് കാരണം രണ്ട് ഭാഗത്തും ഒരേപോലെയാണ് വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അതുപോലെ ഇനി നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ടോർഷണൽ മൊമെന്റ് അറ്റ് എക്സ് നമുക്ക് അറിയണം. സോ ദിസ് ഇസ് ദ പോയിന്റ് എക്സ്. അഗെയിൻ സെയിം നമ്മുടെ പോയിന്റ് എക്സിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് പകരം ടോർഷണൽ മൊമെന്റിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കും. ടി എക്സ് കണ്ടുപിടിക്കും. സോ ടോർഷണൽ മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു RA into AQ മൈനസ് WR ആൽഫ ഇൻറ്റു XP. അപ്പം നമ്മൾ ടോർഷണൽ മൊമെന്റ് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ടോർഷണൽ മൊമെന്റ് ഏതൊക്കെ ലോഡ് കൊണ്ടുള്ളത് RA എന്ന് പറയുന്ന ലോഡ് കൊണ്ടുള്ളത്, RA എന്ന് പറയുന്ന റിയാക്ഷൻ കൊണ്ടുള്ളതും പിന്നെ അതുപോലെ ഈ ആർക്കിൽ ആക്ട് ചെയ്യുന്ന UDL W കൊണ്ടും. നമ്മുടെ ഫിഗർ സെയിം ആണ്, പക്ഷേ ഇക്വേഷൻ മാത്രമാണ് ഇവിടെ മാറിയിട്ടുള്ളത്. RA into AQ RA into AQ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. RA into AQ മൈനസ് WR ആൽഫ ഇൻറ്റു XP. XP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോട്ട് ചെയ്യുക, AQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോട്ട് ചെയ്യുക. ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. RA into AQ മൈനസ് WR ആൽഫ ദാറ്റ് ഇസ് ദ റിസൾട്ടന്റ് ലോഡ് ഇൻറ്റു XP. ഇനി നമുക്ക് XP കണ്ടുപിടിക്കണം, AQ കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് to find AQ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. AXQ എന്ന് പറയുന്ന ട്രയാങ്കിൾ, സോറി OQX എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ QOX എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ cos ആൽഫ ഇസ് ഈക്വൽ ടു OQ ബൈ OX. OQ by OX. We know that OX is equal to R. OQ by OX ആണ് നമ്മുടെ cos ആൽഫ. ഇതാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ. സോ cos ആൽഫ എന്ന് പറയുമ്പോൾ adjacent side by hypotenuse. Here OQ by OX. So we know that OX is equal to R. So OQ is equal to R cos alpha. And AQ is equal to AQ എന്ന് പറയുന്നത് എന്താണ്? OA minus OQ ആണ്. So OA minus OQ ആണ്, where we know that OA is equal to again R. So R minus OQ. So R minus R cos alpha ആണ് AQ. So here we got the length AQ. AQ is equal to R minus R cos alpha. അപ്പോൾ നമുക്ക് AQ കിട്ടി. ഇനി വേണ്ടത് XP ആണ്. XP എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. For that we are going to consider this triangle OGP. OGP എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ cos alpha by 2 is equal to OP divided by OG. ഇത് ആൽഫ ബൈ 2 ആണ്. ഈ ഒരു ആംഗിൾ GOP എന്ന് പറയുന്ന ആംഗിൾ ആൽഫ ബൈ 2 ആണ്. സോ cos alpha by 2 is equal to OP divided by OG. And OP is equal to OG into cos alpha by 2. അതായത് നമുക്കിവിടെ ഈ ഒരു ലെങ്ത് OP എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. So OP is nothing but OX minus XP. So our XP is nothing but OX minus OP.
So xp is equal to ox minus op. OP is nothing but OG cos alpha by 2 and OX is nothing but R. So OG value we already know that R sin alpha by 2 divided by alpha by 2. So into cos alpha by 2 adana OP. So R minus OP is XP. Appa XP ന്റെ value കിട്ടി, AQ ന്റെ value കിട്ടി. Now substitute these two in the equation for TX. TX is equal to RA into AQ minus WR alpha into XP. But RA value also you can substitute here, WR by 2 into pi by 2, and some sort of simplification is required. WR square by 2 പുറത്തേക്ക് എടുക്കാം. അപ്പം ഈ R പുറത്തേക്ക് വരും. ഇതിനകത്തുനിന്ന് ഈ ടോട്ടൽ ഇക്വേഷന് 2 കൂടെ പുറത്തേക്ക് എടുക്കണം. That means inside we have to multiply with the 2. And here ഈ pi by 2 should be multiplied with these two terms. Pi by 2 into 1 minus cos alpha ആണല്ലോ ഇവിടെ വരിക, 6 പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. So pi by 2 minus cos alpha into pi by 2 വരും. So that is here. And here alpha minus 2 sin alpha by 2 cos alpha by 2 ആണ്. So ഇവിടെയുള്ള ഈ ആൽഫയും ഓൾറെഡി ക്യാൻസൽ ആയിട്ടുണ്ട്. So here instead of ഇവിടെ ഓൾറെഡി 2 പുറത്തേക്ക് എടുക്കുന്നത് കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് 2 ആൽഫ വരും. 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഇസ് നത്തിങ് ബട്ട് സൈൻ ആൽഫ. അപ്പോൾ സൈൻ ആൽഫയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ ടി എക്സ്. സോ ഇനി നമുക്ക് സം അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ് at alpha is equal to 0, which means at A or at C tx is equal to 0 വരും. കാരണം ഇവിടെ കോസ് ആൽഫ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ രണ്ട് ടേംസ് പോവും. പിന്നെ അതുപോലെ 2 സൈൻ ആൽഫ വാല്യൂസ് ഒക്കെ 0 ആയതുകൊണ്ട് നമുക്ക് ടി എക്സ് ഇസ് ഈക്വൽ ടു 0 അറ്റ് എ ആൻഡ് അറ്റ് സി. സിമെട്രിക് ആയതുകൊണ്ട് എയിൽ 0 ആണെങ്കിൽ സിയിലും 0 ആണ്. ഇനി അറ്റ് ബി which means alpha is equal to pi by 2 ല് ഇവിടെ നമുക്ക് ആൽഫ വാല്യൂ pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ again we are getting the torsional moment is 0 at B. പോയിന്റ് ബിയിലും ടോർഷണൽ മൊമെന്റ് 0 ആണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ടി എക്സിന്റെ ഇക്വേഷനിൽ ആൽഫ ഇസ് ഈക്വൽ ടു pi by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. സോ ഹിയർ രണ്ട് കൺക്ലൂഷൻ ആണ് കിട്ടിയത്. എയിലും ബിയിലും സിയിലും നമ്മുടെ ടോർഷണൽ മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ടോർഷണൽ മൊമെന്റിന്റെ വാല്യൂ എവിടെയാണ് മാക്സിമം ആവുന്നത്. വിച്ച് മീൻസ് ഡി ടി എക്സ് ബൈ ഡി ആൽഫ ഇസ് ഈക്വൽ ടു 0. അത് എപ്പോഴാണ്, ആൽഫ വാല്യൂ എത്രയാവുമ്പോഴാണ് വരുന്നത്, പിന്നെ ആ വാല്യൂ എത്രയാണ്. സോ ഫോർ ടി എക്സ് ടു ബി മാക്സിമം ഡി ടി എക്സ് ബൈ ഡി ആൽഫ ഇസ് ഈക്വൽ ടു 0 വരണം. So dtx നെ നമ്മൾ with respect to alpha we have to take the derivative. ആ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണിത്. അതായത് നമ്മുടെ ഈ ടി എക്സിൻ്റെ ഇക്വേഷന് with respect to alpha we have to take the derivative. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. So dtx by d alpha is equal to 0 implies alpha. അപ്പം നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ആണ് കിട്ടുന്നത്. അതായത് pi by 2 sin alpha is equal to equal to 2 minus 2 cos alpha എന്നാണ് കിട്ടുന്നത്. So here ചെറിയ simplification 2 can be taken to this side. Then നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത് 0.571 sin alpha minus 1 is equal to minus cos alpha എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്താലാണ് ആൽഫ വാല്യൂ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we are going to square on both sides. So take square both sides. Squaring both sides we get 0.571 sin square alpha minus അതായത് 0.571 sin alpha minus 1 whole square is equal to cos square alpha എന്ന് കിട്ടും. So if you remove the bracket 0.571 square sin square alpha minus 1.142, that is 0.571 into 1 into 2 sin alpha plus 1. അതായത് നമ്മൾ a minus b whole square ചെയ്തു എന്നേ ഉള്ളൂ.
A is equal to 0.571 sin alpha, B is equal to 1. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 1 മൈനസ് കോ സ്ക്വയർ ആൽഫ, ഈ കോ സ്ക്വയർ ആൽഫേനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് കോ സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. സോ 1 മൈനസ് കോ സ്ക്വയർ ആൽഫ ഇസ് നത്തിങ് ബട്ട് സൈൻ സ്ക്വയർ ആൽഫ. അപ്പം ഇവിടെ സൈൻ സ്ക്വയർ ആൽഫേൻ്റെ രണ്ട് ടേംസും ഒരുമിച്ച് വെക്കുവാണെങ്കിൽ 0.571 സ്ക്വയർ plus 1 into sin square alpha minus 1.142 sin alpha is equal to 0. That's what we are getting. So which implies വീണ്ടും ഇതിനെ റൈറ്റ് സൈഡിലേക്ക് ഇടുകയാണെങ്കിൽ 0.571 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, 1.142 sin alpha, which implies sin alpha is equal to 1.142 divided by 0.571 square plus 1. So alpha is equal to 59.46 degree. അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് dtx by d alpha is equal to 0 ആവാനുള്ള ആൽഫ വാല്യൂ ആണ്. ദാറ്റ് ഇസ് tx മാക്സിമം ആവാനുള്ള ആൽഫ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോർഷണൽ മൊമെന്റ് ഇസ് മാക്സിമം വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 59.46 ഡിഗ്രി. പക്ഷെ ആ മാക്സിമം വാല്യൂ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ആൽഫ വാല്യൂ നമ്മൾ ടി എക്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ടി എക്സിൻ്റെ ഇക്വേഷൻ. ഡബ്ല്യു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ മൈനസ് 2 ആൽഫ പ്ലസ് 2 സൈൻ ആൽഫ. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഫ വാല്യൂ 29.46 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം we are getting the value of t max is equal to 0.104 WR square. നമുക്ക് ആൽഫ equal to 59.46 degree സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ ഓഫ് ടോർഷണൽ മൊമെന്റ് ഇസ് 0.104 WR square. അപ്പോൾ നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള 3 പോയിന്റ്സ് ഇതൊക്കെയാണ്. ആദ്യത്തെ പോയിന്റ് അറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 0, that is at A and at C tx is equal to 0, and that then at alpha is equal to pi by 2, that is at B torsional moment values again 0, and our torsional moment value is maximum when alpha is equal to 59.46 degree and the maximum value is 0.104 WR square. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. So this is our torsional moment diagram. At A, C and B the torsional moment values are 0. Then at alpha is equal to 59.46 degree. T torsional moment in the value maximum aanu, and the maximum value is 0.104 WR square. അപ്പോൾ നമ്മുടെ bending moment diagram and torsional moment diagram for a semi-circular beam subjected to a UDL W. അതാണ് നമ്മൾ ഇന്ന് ചെയ്തത്.